ISLൽ വിജയവഴിയിൽ തിരിച്ചെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. ഗോവയെ 2-4 ഗോളുകൾക്ക് തകർത്തു. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ചരിത്ര വിജയം സ്വന്തമാക്കിയത്. ദിമിത്രിയോസ് ഡാമൻഡോക്കോസ് ഇരട്ട ഗോൾ നേടി. A dead ball situation and a brilliantly hit free kick beats us deep in his goal. Diamantakos! The CEO of Left Foot Limited. I'm in. Towards Diamantakos. Oh, he's putting it in! Kerala Blasters! Diamantakos, what have you done? The comeback is now complete. Just hung around there waiting for something to spill, and when it spilled, it was for Diamantakos, who gets on that score sheet one more time. Azhar is chasing this. Fedor Čarnik! From -15 to +35 degrees Celsius! Like that, Kerala Blasters link up play finally being shown between the two players, and what a strike to beat him with. It had the power to beat Arshdeep on the front post, and it did. Goes through the hands of Arshdeep, getting Kerala Blasters the 4th of the evening. A miraculous resurrection. He runs where Luna used to run now. And Vukomanovic. Daisuke takes a shot! MG മിഥുൻ ചേർന്നു. മിഥുൻ, കളിയുടെ തുടക്കത്തിൽ കൈവിട്ടു പോയെന്ന് കരുതിയ ഗെയിമാണ്. കോച്ച് ഉൾപ്പെടെ 4 വഴിക്ക് പോയ ഒരു കളിയാണ് അവസാനം 4 ഗോളിൽ അവസാനിച്ചിരിക്കുന്നത്. അതും ദിമിത്രിയോസിന്റെ അതിഗംഭീരമായ ഗോളിൽ അത് അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് കളിയെ വിലയിരുത്തുന്നത്? ധന്യ, തീർച്ചയായും അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആരാധകർക്ക് ഒട്ടും അലോസരപ്പെടുത്താത്ത രീതിയിൽ ആ വിജയവതി വഴിയിലേക്ക് തിരിച്ചെത്താൻ ബ്ലാസ്റ്റേഴ്സിനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതും തകർപ്പൻ വിജയത്തോടു കൂടി 2 ഗോളിന് ആദ്യ പകുതിയിൽ പിന്നിട്ട് നിൽക്കുക. പിന്നീടുള്ള പകുതിയിൽ തുടക്കത്തിലെ തന്നെ 51-ാം മിനിറ്റിൽ തന്നെ ഒരു ഫ്രീ കിക്കിലോടുകൂടി ദേയ്സുക്കി സഹായിയുടെ ആദ്യ ഗോൾ പിറക്കുന്നു. അതിനുശേഷം പിന്നീട് 30 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. വിജയത്തിലേക്ക് എത്തുമോ എന്ന് തോന്നിച്ചിരുന്ന, അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുമോ എന്ന് സംശയിച്ചിരുന്ന ആ നിമിഷത്തിലൂടെയാണ് KP രാഹുലിനെ മാറ്റാനുള്ള ഒരു തീരുമാനം കോച്ചിന്റെ കോച്ച് ഇവാൻ ആഷിറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് ശരിവെക്കുന്ന തരത്തിൽ ഐമിനെ ലെഫ്റ്റ് വിങ്ങിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു തീരുമാനം അത് തികച്ചും ശരിയാണെന്ന് തെളിയിക്കുന്ന തന്നെയായിരുന്നു പിന്നീട് നമ്മൾ കാണുകയും ചെയ്ത. പിന്നീടുള്ള 10 മിനിറ്റുകളിൽ 3 എണ്ണം പറഞ്ഞ ഗോളുകൾ നേടിക്കൊണ്ട്, അതും കഴിഞ്ഞ മത്സരങ്ങളിൽ പരിക്ക് മൂലം പുറത്തിരുന്ന ഡാമൻഡോക്കോസ് അദ്ദേഹത്തിന്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം പെനാൽറ്റിയിലൂടെ 81-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറക്കുന്നു. അതിനുശേഷം തൊട്ട് 2 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ വീണ്ടും ഡാമൻഡോക്കോസ് തന്റെ 2ാം ഗോൾ നേടിക്കൊണ്ട് ഗോവയ്ക്ക് മേൽക്കയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ 3-2 എന്നാൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമുക്കറിയാം പെപ്രയുടെ അഭാവത്തിൽ പെപ്ര പരിക്കേറ്റ് പുറത്തു പോയതിനു ശേഷം ടീമിൽ ഇടം നേടിയ ഒരു താരം കൂടിയാണ് സെൻട്രിച്ച്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ മികവ് പുലർത്താൻ സാധിക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ FC-ക്കെതിരെ തോൽവി വഴങ്ങിയതിനു ശേഷം കോച്ച് ഇവാനോവിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് പെപ്ര ആദ്യ മത്സരങ്ങളൊക്കെ തന്നെ ഗോൾ നേടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പെപ്ര ഗോളടിക്കും, തുടർന്ന് അദ്ദേഹത്തിന്റെ മികവ് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ പിന്നീട് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. അതേ രീതിയിൽ ഈ മത്സരത്തിൽ സെൻട്രിച്ച് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2ാം പകുതിയിൽ അദ്ദേഹത്തിന്റെ എണ്ണം പറഞ്ഞ ഒരു ഗോൾ തന്നെയാണ് നമുക്കതിനെ വിശേഷിക്കേണ്ടി വരും. ക്ലാസ് ഗോൾ, ഈ ഒരു മത്സരത്തിലെ ഏറ്റവും ക്ലാസ് ഗോൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വലങ്കാൽ ഷോട്ടിലോട് കൂടി വലത്തെ ഗോൾ പോസ്റ്റിലോട് കൂടി അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ 4-2 എന്ന തകർപ്പൻ വിജയത്തിലോട് കൂടി നിർണായക മത്സരത്തിൽ നിർണായക വിജയം നേടി ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ, അതായത് 2024-ലെ ആ കടം വീട്ടുന്നു. 3 മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ആ കടം വീട്ടിക്കൊണ്ട് വിജയപാതയിലേക്ക് തിരിച്ചെത്തുകയും 4ാം സ്ഥാനത്ത് എത്താൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു മത്സരം കാഴ്ചവെച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ആകെ ഉണ്ടായിരുന്നത് ഒരു അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകമായ കേരളത്തിൽ മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ പ്ലാൻ ബി എന്താണ്, പ്ലാൻ സി എന്താണ് എന്നൊക്കെ നമ്മൾ ആദ്യ പകുതിയിൽ ചിന്തിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ എന്താണ്
ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഇവാൻ ആശാൻ നൽകിയത് ആ പകുതിക്ക് ശേഷം എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ആ പകുതിയിൽ എന്ത് തന്ത്രമാണ് മെനഞ്ഞതെന്നുള്ള, എന്ത് തന്ത്രം മെനഞ്ഞാലും അത് മികച്ച രീതിയിൽ ആദ്യ പകുതി ഇപ്പൊ ലൂണ പെപ്ര ഇവര് ഇല്ല എന്നുള്ളത് ഒഴിച്ചില്ല, അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. കളിക്ക് മുമ്പ്, കളി തുടങ്ങിയപ്പോൾ അത് കൂടുതലാക്കി. കാരണം പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങൾ അവരുടെ റോളൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇല്ലെങ്കിൽ അങ്ങനെ വിദേശ താരങ്ങളെ മാത്രം ആശ്രയിച്ച് ബ്ലാസ്റ്റേഴ്സിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും, കഴിഞ്ഞ കളികളിൽ ഉൾപ്പെടെ ബോധ്യപ്പെട്ടിട്ടും വീണ്ടും അവരെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് യാതൊരുവിധ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ, ഒരു ബന്ധമില്ലാതെ കളിക്കുക, ഗ്രൗണ്ടിൽ ആളുകൾ തമ്മിൽ പോലും ഒരു ബന്ധമില്ലാത്ത തരത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് ഹാഫ് കാണേണ്ടി വന്നു. അത് വളരെ ദുഃഖകരമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അത് നികത്താനുള്ള എന്തെങ്കിലും നിർദ്ദേശമായിരിക്കുമോ ആശാൻ കൊടുത്തിട്ടുണ്ടാവുക? തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ധന്യ പ്രൊഫഷണൽ ഫുട്ബോളാണ്, അതുകൊണ്ട് തന്നെ ലൂണയില്ല അല്ലെങ്കിൽ പെപ്രയില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റു താരങ്ങളെയൊക്കെ കൊണ്ട് തന്നെ കൃത്യമായി പ്രതിരോധ നിരയും മധ്യനിരയും സ്ട്രോങ് ആയാൽ മാത്രമേ ഒരു ടീമിന് വിജയം സ്വന്തമാക്കാൻ സാധിക്കൂ. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം പോലെ തന്നെ ഇത്തവണയും മധ്യനിരയും ഡിഫൻസും വളരെ വീക്കാവുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടക്കത്തിലൊക്കെ തന്നെ അവർ ഗോൾ ആദ്യ 7-ാം മിനിറ്റിൽ തന്നെ ബെർജോസ് തന്നെ, അതായത് കഴിഞ്ഞ വർഷം അവസാനം FC ഗോവയുമായി നേരിട്ടപ്പോൾ അന്ന് വിജയ ഗോൾ നേടിയത് ബെർജോസ് ആയിരുന്നു. ബെർജോസിന്റെ കൂടി തന്നെയാണ് ഇത്തവണ അവർ ഗോൾ നേട്ടം ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ തന്നെ 7-ാം മിനിറ്റിൽ തന്നെ ഒരു ആദ്യ പ്രഹരമേൽക്കുന്നു. 13-ാം മിനിറ്റിൽ രണ്ടാമത് വീണ്ടും അവരുടെ മുഹമ്മദ് യാസറിലൂടെ രണ്ടാമത്തെ പ്രഹരം ഏറ്റുവാങ്ങുമ്പോൾ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ ചിന്തിച്ചത് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ആദ്യ പകുതിയിൽ തീർത്തും നിറമങ്ങിയ പ്രകടനം KP രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. KP രാഹുലിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ ഇടത് വിങ്ങിൽ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം അത് വളരെ നിർണായകമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മത്സരത്തിലെ ഏറ്റവും രാഹുലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഗോളാകുന്ന ഒരു പന്ത് എവിടേക്കോ കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. യാതൊരു ലക്ഷ്യവുമില്ലാതെ പോകുന്നത് പോലെ രാഹുലിന്റെ ആ പോക്ക്, അതും അത്രയും സ്പീഡിൽ ആ പന്തിനെ വലയ്ക്കടുത്ത് വരെ എത്തിച്ചിട്ട് അത് ഗോളാക്കാൻ പറ്റാത്തൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പന്ത് മിസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തി. അപ്പം രാഹുലിനെ മാറ്റിയതാകുമോ ഒരു പക്ഷേ കുറച്ചുകൂടി ആവേശം ടീമിൽ ഉണ്ടാക്കിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം നമുക്കറിയാം 74-ാം മിനിറ്റിലാണ് ധന്യ ഈ പറഞ്ഞ ആ ഗോളിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞിരുന്നത്. പക്ഷേ ആ ഗോള് കൃത്യമായി തന്നെ രാഹുലിന് മുമ്പിൽ വേറൊരു പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. കൃത്യമായി അത് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കായിരുന്നു ആ പന്ത് ലഭിക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹം അത് എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, ബോക്സിൽ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം പന്ത് കാലിൽ വെച്ചതിന് ശേഷം അത് സ്ലോ ആക്കുന്നതാണ് കണ്ടത്. അതാണ് ആ ഗോൾ നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതിരുന്നത് പോലും. ഒപ്പം തന്നെ ഡയമണ്ട് പോസ്റ്റിലേക്ക് പന്ത് എത്തിക്കാൻ ഈ KP രാഹുലിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് വിലയിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ 80-ാം മിനിറ്റിൽ ആ നിർണായക മാറ്റം, ഐമനെ ആ ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർണായക മാറ്റം, അത്തരത്തിലൊരു തീരുമാനം കോച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് തീർച്ചയായും ശരിവെക്കുന്ന തരത്തിൽ ഡയമണ്ട് പോസ്റ്റിന്റെ കാലുകളിലേക്ക് പന്തെത്തിക്കാൻ ഐമന് സാധിക്കുന്നു. അത് കൃത്യമായി പോസ്റ്റിലേക്ക് എത്തിക്കാൻ ഡയമണ്ട് പോസ്റ്റിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു മികച്ച വിജയം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിസ്മരണീയമായ വിജയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോൾ പോസ്റ്റിനടുത്ത് സച്ചിൻ ഇല്ല എന്നുള്ളത് അറിയാം. അത് സച്ചിന്റെ ഒരു അഭാവം ഗ്രൗണ്ടിൽ കാണാനുണ്ടായിരുന്നു. തീർച്ചയായും സച്ചിൻ സുരേഷ് ഇല്ലാത്ത ആദ്യത്തെ മത്സരമാണ് ഈ സീസണിൽ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിലാണ് പരിക്കേൽക്കുന്നത്. ചെന്നൈയിൻ FC ആയിട്ടുള്ള മത്സരത്തിൽ 33-ാം മിനിറ്റിൽ അദ്ദേഹത്തിന് തിരികെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. നിലവിൽ അദ്ദേഹം ഇനി എന്ന് കളിക്കാൻ വരും അല്ലെങ്കിൽ എന്നത്തേക്ക് അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമാകുമെന്നുള്ള കാര്യത്തിലൊരു അപ്ഡേറ്റ് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പക്ഷേ കരഞ്ജിത്ത് അദ്ദേഹം മികച്ച രീതിയിൽ വലകാക്കുന്ന ഒരു താരം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ തന്നെയാണ് കരഞ്ജിത്ത്. അദ്ദേഹം മികച്ച രീതിയിൽ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഒരു പക്ഷേ മികവ് പുലർത്താൻ സാധിക്കാതെ വന്നത് അത് ഗോളിയുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് കൃത്യമായ രീതിയിൽ ആളുകളെ ടാക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ പന്തുകൾ കൈവശപ്പെടുത്താനോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനോ ഡിഫൻസിന് സാധിക്കാത്ത വന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ തന്നെ ആദ്യ 15 മിനിറ്റിൽ തന്നെ 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് മറികടക്കാൻ ഇനിയുള്ള മത്സരങ്ങളിൽ ഏത് തരത്തിലുള്ള തന്ത്രമാകാം ബ്ലാസ്റ്റേഴ്സ് സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മാർച്ച് 2-ാം തീയതി എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നുകൂടി കാത്തിരിക്കാം. നന്ദി മിഥുൻ വിവരങ്ങൾക്ക്. തീർച്ചയായും.